രാജ്യ വളർച്ച അതിഗംഭീരമായി പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ വ്യോമ മേഖലയിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ഓരോ ദിവസവും വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഴത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ച് വരാം. വെൽക്കം ടു ദി പോയിന്റ്. ഫ്രഞ്ച് കമ്പനിയായ ദെസോ ഏവിയേഷൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി 26 പുത്തൻ റഫാൽ വിമാനങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ മേഖല ശക്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിൽ മലയാളികളായ നമുക്ക് പ്രത്യേകം അഭിമാനിക്കാം എന്നതാണ്. വിശദമായി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ നിർമ്മിക്കുന്ന 26 റഫാൽ യുദ്ധവിമാനങ്ങളിലെ റഡാറുകൾ നിർമ്മിക്കുന്നത് കേരളത്തിൽ ആസ്ഥാനമുള്ള ഒരു കമ്പനിയാണ്. SFO ടെക്നോളജീസ് ആണ് റഡാറുകൾ നിർമ്മിക്കുന്നത്. ഇനി എന്തുതരം റഡാറാണ് ഇവിടെ നിർമ്മിക്കുക എന്ന് പരിശോധിക്കാം. RBE2 AESA എന്ന സങ്കീർണമായ വയർ സ്ട്രക്ചേർഡ് റഡാറുകളാണ് ഇവിടെ നിർമ്മിക്കുക. ഇതിനു വേണ്ടിയുള്ള സുപ്രധാന കരാറിൽ കമ്പനി ഒപ്പുവെക്കുകയും ചെയ്തു കഴിഞ്ഞു. ദെസോ ഏവിയേഷന്റെ പങ്കാളിയായ താലസ് എന്ന ഒരു ഫ്രഞ്ച് കമ്പനിയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ കമ്പനിക്ക് ഈ ഒരു കരാർ ലഭിച്ചത്. എന്തായാലും ഈ ഒരു നീക്കം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ശക്തി പകരുന്നതാണെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഈ കരാറിന്റെ മൂല്യമോ കാലാവധിയോ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല കേട്ടോ. ഇനി വരാനിരിക്കുന്ന പുതിയ റഡാറിന്റെ സവിശേഷതകളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിലും ഒരു ഭൂപ്രദേശത്തിന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള തത്സമയ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് RDE2 AESA റഡാറുകൾ ഉപയോഗിക്കുന്നത്. അതായത് വളരെ മോശം കാലാവസ്ഥയിലും ഒരു സ്ഥലത്തിന്റെ ലൈവായിട്ടുള്ള 3D ചിത്രങ്ങൾ ലഭിക്കുമെന്നതാണ്. ഈ റഡാർ വരുന്നതിലൂടെ ശത്രുക്കളുടെ നീക്കം വളരെ ദൂരെ നിന്ന് നിരീക്ഷിക്കാനും അതുപോലെ തന്നെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താനും സഹായിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ കാലാവധി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഒരുപാട് കാലതാമസം എടുക്കാതെ തന്നെ ഈ റഡാർ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.